അതിൻ്റെ ആശങ്ക കൊണ്ടാണോ വിദ്യാർത്ഥികൾ ചിലപ്പോഴേക്കും കണ്ണൂർ സർവകലാശാല വരില്ല എന്നുള്ള ഒരു ആശങ്ക ചിലപ്പോൾ ഉണ്ടാവാം. അതാണോ എന്നറിഞ്ഞില്ല സർവകലാശാലയെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരെല്ലാം SFIയുടെ കുട്ടികളാണ്. അപ്പോൾ SFIയെ അധിക്ഷേപിക്കുന്നു എന്ന നിലയിലുള്ള പരാതി മന്ത്രിക്ക് കൊടുത്തപ്പോൾ മന്ത്രി നേരിട്ടിടപെട്ടാണ് പ്രിൻസിപ്പലിനെ അവിടെ നിന്ന് മാറ്റുന്നത്. ശരിക്കും ഈ 2 വർഷമൊന്നും പോരാ അല്ലേ? ഒരു 3 കൂടി കൂട്ടിയിട്ട് 5 കൊല്ലം ഒന്നിച്ച് പഠിക്കാൻ പറ്റിയെങ്കിലോ? ആ വിദ്യാർത്ഥികൾ ചെഗുവേരയുടെ ബോഡി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ വരുന്ന കുട്ടികളെല്ലാം ചെഗുവേരയുടെ ബോഡി വെച്ചവരായിരിക്കണം. അപ്പോൾ അവിടെ ക്യാമ്പസിൽ തുടക്കത്തിൽ തന്നെ SFIയുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ള ഇൻഡിക്കേഷൻ. കുറച്ച് പേരെങ്കിലും നമ്മുടെ സർവകലാശാലയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായി വലിയ മുന്നോക്കമില്ലാത്ത, പുറത്തയക്കാൻ സാമ്പത്തികമായിട്ടില്ലാത്ത കുട്ടികളൊക്കെ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ കോളേജുകളിൽ പഠിക്കും. അവർ കൂടി കടം വാങ്ങിയെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലോ വിദേശത്തോ പോകേണ്ട ഒരു അവസരമായിരിക്കും ഈ തരത്തിലുള്ള നിലപാട് കൊണ്ടുണ്ടാകുന്നത്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗമായ RS ശശികുമാർ സാറാണ്. നമസ്കാരം സാർ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ തയ്യാറാക്കിയ ഒരു പരസ്യം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പൈങ്കിളി പരസ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഒരു പരസ്യത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പ്രൈവറ്റ് സർവകലാശാലകൾ സാധാരണ അക്കാഡമിക് കാര്യങ്ങളെല്ലാം ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം കൊടുക്കാറുണ്ട്, ചാനലുകളിൽ പരസ്യം കൊടുക്കാറുണ്ട്. പക്ഷേ സംസ്ഥാന സർവകലാശാലകൾ ഇതുവരെയും അങ്ങനെ പരസ്യം കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ചിലപ്പോൾ സർവകലാശാല പുതിയ കോഴ്സ് തുടങ്ങുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ പത്രങ്ങളിൽ വരുന്നെന്ന് വരാം. അതും കൊടുക്കണമെന്നില്ല. കാരണം യൂണിവേഴ്സിറ്റിയിലേക്ക് അതല്ലാതെ തന്നെ കുട്ടികൾ പഠനത്തിന് വന്നോളും. പക്ഷേ കേരളത്തിൽ ആദ്യമായാണ് ഒരു സർവകലാശാല, എടുത്തു പറയട്ടെ കണ്ണൂർ സർവകലാശാല, ഒരു പരസ്യം വിദ്യാർത്ഥികളുടെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. ഞാൻ വാസ്തവത്തിൽ അത് സർവകലാശാല ഇറക്കിയ പരസ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചില്ല. വിദ്യാർത്ഥികൾ ഇറക്കിയ പരസ്യമാണെന്ന് കരുതിയപ്പോൾ ആ പരസ്യത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ എംബ്ലം ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക എംബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് സർവകലാശാലയുടേതാണ് എന്ന് തന്നെ വിശ്വസിക്കണം. ആ പരസ്യത്തിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് അനുബന്ധമായാണ് 4 വർഷ കോഴ്സ്. അതെ, 4 വർഷ കോഴ്സ് തുടങ്ങുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷമാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് സ്കീമും സിലബസും തയ്യാറാക്കിയിരിക്കുക. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴും ആൾക്ക് അധ്യാപകർക്ക് വേണ്ട ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ അധ്യാപകരിൽ വലിയൊരു വിഭാഗത്തിന് സ്കീമും സിലബസ് എന്താണെന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. അതേസമയം ജൂണിൽ പുതിയ കോഴ്സ് തുടങ്ങുകയും വേണം. അപ്പോൾ 4 കൊല്ലത്തെ കോഴ്സ്, പിന്നെ റിസർച്ച്, അത് കഴിഞ്ഞാൽ PhD, അപ്പോൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പുതിയ സ്കീമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങളോ മാറ്റിവെക്കുക. വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ണൂർ സർവകലാശാലയിൽ എത്തുകയാണ് ഈ പുതിയ കോഴ്സിൻ്റെ ഇൻട്രഡക്ഷനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി. അവിടെ ഒരു വലിയ പരാതിയുണ്ട്. അവിടെയുള്ള കുറച്ച് സെലക്റ്റീവായിട്ടുള്ള കുറേ അധ്യാപകരെയൊക്കെ വിളിച്ചു മാത്രമേ ഉള്ളൂ. അവിടുത്തെ സെനറ്റിനെയോ അക്കാഡമിക് കൗൺസിലിനെയോ ഒന്നും വിളിക്കാതെയാണ് അവിടെ സിലബസ് തയ്യാറാക്കിയതെന്നൊക്കെ പറയുന്നത്. മറ്റ് സർവകലാശാലയിൽ വിഭിന്നമായി കാര്യക്ഷമമായ പഠനങ്ങളൊന്നും തന്നെ കണ്ണൂർ നടന്നിട്ടില്ല. അതിൻ്റെ ആശങ്ക കൊണ്ടാണോ വിദ്യാർത്ഥികൾ ചിലപ്പോഴേക്കും കണ്ണൂർ സർവകലാശാല വരില്ല എന്നുള്ള ഒരു ആശങ്ക ചിലപ്പോൾ ഉണ്ടാവാം. അതാണോ എന്നറിഞ്ഞില്ല സർവകലാശാലയെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. അതിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ സംസാരിക്കാൻ നമുക്ക് 3 കൊല്ലം പഠിക്കുകയല്ല, ഇനി 4 കൊല്ലം പഠിക്കാനുള്ള അവസരം കിട്ടി. ഉടനെ മറ്റേ കുട്ടി വന്ന് അതല്ല, നമുക്ക് ഇനി റിസർച്ചൂടെ ചെയ്ത് വർഷങ്ങളോളം കഴിയാതെ ചുരുക്കമായ ക്യാമ്പസിൽ നമുക്ക് അടിച്ചു പൊളിക്കാം, അതിനുവേണ്ടി നിങ്ങൾ കണ്ണൂർ വരണം എന്ന രീതിയിലുള്ള ഒരു പൈങ്കിളി പരസ്യം ഒരു സർവകലാശാല നൽകാൻ തുടങ്ങിയാണ്. അപ്പോൾ 4 കൊല്ലം ഞങ്ങൾ വരുന്ന പഠനത്തിനല്ല എന്നൊരു മെസ്സേജ് അവിടെയുണ്ട്. ഇത് കാണുന്ന രക്ഷകർത്താക്കൾ എങ്ങനെ ആ സർവകലാശാലയിൽ കുട്ടികളെ പഠിക്കാൻ അയക്കും? ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയട്ടെ. കഴിഞ്ഞ വർഷം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ രമ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിൻ്റെ പേരിൽ അവരുടെ പുറത്ത് നടപടിയെടുക്കാൻ പോയി. തീർച്ചയായിട്ടും മറുനാടനാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അവരുടെ പുറത്ത് ശിക്ഷ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി.
ആ പ്രിൻസിപ്പലിനെ അവിടുന്ന് മാറ്റി. അവർ മറ്റൊന്നും പറഞ്ഞില്ല. ഈ കോളേജ് ക്യാമ്പസിൽ ഈ കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് നടത്തുന്ന അസാൻമാർഗ പ്രവർത്തനങ്ങളാണ്, ഇത് ശരിയല്ല, നമ്മൾ ക്യാമ്പസ് എന്ന് പറയുന്ന ഈ രീതിയിലല്ല എന്ന രീതിയിൽ, അതേപോലെ ലഹരികളുടെ ഉപയോഗം, ഇതെല്ലാം പറഞ്ഞപ്പോൾ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരെല്ലാം SFIയുടെ കുട്ടികളാണ്. അപ്പോൾ SFIയെ അധിക്ഷേപിക്കുന്നു എന്ന നിലയിലുള്ള പരാതി മന്ത്രിക്ക് കൊടുത്തപ്പോൾ മന്ത്രി നേരിട്ടിടപെട്ടാണ് പ്രിൻസിപ്പലിനെ അവിടെ നിന്ന് മാറ്റുന്നു. പ്രിൻസിപ്പലിനെ മാറ്റുന്നു, അവരെ പറ്റി ശിക്ഷാ നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നു. അത് കണ്ണൂർ സർവകലാശാല തന്നെ നേരിട്ട് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുറ്റപത്രം നൽകുന്നു. ഇതെല്ലാം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്യാമ്പസുകൾ ഇൻഡിസിപ്ലിൻഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സർവകലാശാല തന്നെ അതിനെ വളം വെച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നിർഭാഗ്യവശാൽ കണ്ണൂർ സർവകലാശാല പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ യൂണിവേഴ്സിറ്റി അധികൃതർ ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചോ? എനിക്ക് വാസ്തവത്തിൽ ഇത് അതിനകത്ത് ഏറ്റവും വളരെ പ്രധാനം, ആ വിദ്യാർത്ഥികൾ ചെഗുവേരയുടെ ബോഡി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻഡിക്കേഷൻ, ഇവിടെ വരുന്ന കുട്ടികളെല്ലാം ചെഗുവേരയുടെ ബോഡി വെച്ചവരായിരിക്കണം. അപ്പോൾ അവിടെ ക്യാമ്പസിൽ തുടക്കത്തിൽ തന്നെ SFIയുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ള ഇൻഡിക്കേഷൻ അത് യൂണിവേഴ്സിറ്റി തന്നെ ഒഫീഷ്യലായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അഡ്മിഷന് വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ സംഘടനയെ ചേരും. അപ്പോൾ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സർവകലാശാലയിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രചരണമാണ്. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പൂക്കോടാണ്. ഇത്തരത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാനൊക്കാതെയായി, അല്ലെങ്കിൽ സംഘടനകൾ പ്രവർത്തിക്കാൻ താല്പര്യം, പഠിക്കാൻ മാത്രം താല്പര്യമുള്ള കുട്ടികളെ പഠനത്തിൽ നിർത്തുന്നതിന് പകരം സംഘടനയിൽ ചേർന്ന് സംഘടനയുടെ അടിമകളായി നിന്നുകൊള്ളണമെന്നുള്ളൊരു മെസ്സേജായിരുന്നു സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിലൂടെ നൽകിയത്. ഇന്നും ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ റിമാൻഡിലാണ്. അത് ഗവർണർ ഇടപെട്ടതുകൊണ്ടും അത് CBI അന്വേഷണം വരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ കുട്ടികളെല്ലാം രക്ഷപ്പെടും. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണം തന്നെ ക്യാമ്പസിൽ ഒറ്റ സംഘടന ഉണ്ടാക്കിയതിൻ്റെ ഒരു ദുരന്തമാണ്. അപ്പോൾ അത് കണ്ണൂർ ആവർത്തിക്കാൻ പോവുകയാണ്. അത് പറയാൻ കാരണം, പുതിയ 4 വർഷത്തെ കോഴ്സ് വരുന്നതോടുകൂടി സർവകലാശാല ക്യാമ്പസുകളിൽ ഞങ്ങളിതിനെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ ക്യാമ്പസുകളിൽ ഈ 4 വർഷത്തെ കോഴ്സ് എത്രത്തോളം ഗുണം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. കോളേജുകളിൽ 4 വർഷത്തെ കോഴ്സാവാം, പിന്നെ 1 വർഷം റിസർച്ച് അവിടെ ആവാം, അത് കഴിഞ്ഞാൽ റിസർച്ചിന് പോകാം. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ത്രസ്റ്റ് കൊടുക്കുന്നത് കൂടുതലും ഗവേഷണത്തിനാണ്. അപ്പോൾ അവിടെ PG സ്റ്റുഡൻസും ഗവേഷക വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ എല്ലാ ക്യാമ്പസിലും ഇൻക്ലൂഡിങ് കണ്ണൂർ. അവിടേക്ക് നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസ് വരെയാണ്. ബാച്ചിലർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ടീനേജ് സ്റ്റുഡൻസാണ്. അവർ സ്കൂളിൽ നിന്നും കോളേജിൽ വരുമ്പോഴേക്കും അവർക്ക് അങ്ങനെ പ്രത്യേക ഡിസിപ്ലിൻ ഒന്നുമില്ല. അവർ ഡിസിപ്ലിൻഡ് അല്ലാതെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ ഗവേഷണത്തെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സ്വതന്ത്രമായി പീസ്ഫുള്ളായിട്ട് ഗവേഷണം നടത്താൻ കഴിയില്ല. കാരണം യൂണിവേഴ്സിറ്റി അധ്യാപകരും യൂണിവേഴ്സിറ്റിയും ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് കൊടുക്കേണ്ടത് ഗവേഷണത്തിലാണ്. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസും, അത് കണ്ണൂർ മാത്രമല്ല, കേരള, കാലിക്കറ്റ്, ഗാന്ധി, കണ്ണൂർ തുടങ്ങിയ ക്യാമ്പസുകളിൽ നമ്മുടെ മഹാരാജാസ് കോളേജ് പോലെയും നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് പോലെയും ഉള്ള ഡിസിപ്ലിൻഡ് അല്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ട് നിറഞ്ഞതാവും ക്യാമ്പസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിറ്റിയിൽ 4 കൊല്ലത്തെ കോഴ്സ് തുടങ്ങുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾക്ക് മതിയായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ണൂർ ക്യാമ്പസിലേക്ക് എത്തിയാൽ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു മെസ്സേജ് സർവകലാശാല അധികൃതരുടെ ഒത്താശയോട് കൊടുത്തുവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ VC യോട് സംസാരിച്ചപ്പോൾ VC പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ചെഗുവേരയുടെ ചിത്രം വെച്ചാണെന്നുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും സർവകലാശാല ഇങ്ങനെ ഒരു പരസ്യത്തിന് വേണ്ടി ഒരു വീഡിയോ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് ഒഫീഷ്യലാണ്. വളരെ ഗുരുതരമായ വീഴ്ചയല്ലേ. വിദ്യാഭ്യാസ മന്ത്രി അവിടെ പോകുന്നുണ്ട്. ഈ അവസരത്തിൽ സർവകലാശാല മെച്ചപ്പെടുത്താനും നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയമായിട്ട് കുട്ടികൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാവുന്ന രീതി വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ കൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം ഞാൻ കാണുന്നത്, കുറച്ച് പേരെങ്കിലും നമ്മുടെ സർവകലാശാലയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായി വലിയ മുന്നോക്കമില്ലാത്ത, പുറത്തയക്കാൻ സാമ്പത്തികമായിട്ടില്ലാത്ത കുട്ടികളൊക്കെ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ കോളേജുകളിൽ പഠിക്കും. അവർ കൂടി കടം വാങ്ങിയെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലോ വിദേശത്തോ പോകേണ്ട ഒരു അവസരമായിരിക്കും ഈ തരത്തിലുള്ള നിലപാടുകൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊളിറ്റിക്കലൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ദുരന്തമായിരിക്കും. കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇല്ലാതാകും, ക്യാമ്പസുകൾ ശൂന്യമാകും, വളരെ നാലാംകിട വിദ്യാർത്ഥികൾ മാത്രം കോളേജ് ക്യാമ്പസിലെത്തും. ഇപ്പോൾ നമ്മുടെ +2-ന് SSLCക്കും ക്രമാതീതമായി A+ കൊടുക്കുന്നവരെ കുറേ A+ കൊടുത്തുള്ള ബിരുദധാരികൾ ഉണ്ടാകാൻ കഴിയും. അവരുടെ ഭാവി
എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വരാൻ പോകുന്ന നാളുകളിൽ കണ്ടറിയാം. ഈ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് VC ഇത് പിന്നെ ഈ ഒരു ചെഗുവര ആ ഒരു സിമ്പൽ മാറ്റും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നു താങ്കളോട്? അല്ലല്ല, എന്തായാലും ഇത്തരത്തിലുള്ള അടിയന്തരമായി വൈസ് ചാൻസലറോട് ഈ പരസ്യം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഗവർണർക്കും എല്ലാം നിവേദനം കൊടുക്കും. പക്ഷേ എന്തായാലും മറ്റ് ക്യാമ്പസുകാരും ഇത് അനുകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരാശ്വാസമാണ്.